പറയുക. ബാംഗ്ലൂരാ? ടേസ്റ്റ് ഉണ്ട്. ഫുഡ് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ കഴിക്കും, അവസരങ്ങളിൽ മുതലാക്കണ്ടേ? ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ വ്ളോഗൊന്നല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രൗണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ബ്രൗണിയാണിത്. അപ്പോൾ ഇത് കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കമൻസിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ. അപ്പോൾ ഞാനിത് മുമ്പേ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബ്രൗണീൻ്റെ റെസിപ്പി. അപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബ്രൗണി തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ. അപ്പോൾ ഇത് സിസിലറാക്കിയാലോ? അപ്പോൾ സിസിലറാക്കിയിട്ടുള്ള റെസിപ്പിയും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ ഇത് ചൂടാക്കിയിട്ട് ഐസ്ക്രീമും അതിൻ്റെ മേലെ ചോക്ലേറ്റ് സോസൊക്കെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 3/4 കപ്പ് മൈദ മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ 1/4 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. അങ്ങനെ കുറേ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പായിട്ടൊന്ന് ചെയ്താൽ മതി, കുറച്ച് ക്ഷമയോടെ, അല്ലാതെ കുറേ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ അതുപോലെ ഗ്രാനൂൾസ് ഷുഗർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് കുക്കിംഗ് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 100 ഗ്രാമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെ വാങ്ങിയാലും മതി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് 100 ഗ്രാം ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ സോൾട്ടഡ് ബട്ടർ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മൾ അതിലോട്ട് സോൾട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ, ഒരു ഇച്ചിരി സോൾട്ട് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് മെൽട്ടായിട്ട് വരും. ഇത് ഫുള്ള് മെൽട്ടായിട്ട് ലിക്വിഡായിട്ട് കിട്ടണം നമുക്ക്. അതുവരെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതും കൂടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പാത്രത്തിലും അതുപോലെ എഗ് ബീറ്ററിൻ്റെ ബ്ലേഡിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 3 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഷുഗർ പൗഡർ കുറേശ്ശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം ഒരു 1-2 മിനിറ്റ് ഒന്നും ചേർക്കാതെ തന്നെ ബീറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര കുറേശ്ശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇത് ഒരു ഓൾമോസ്റ്റ് 1-2 മിനിറ്റ് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, ഒരു കാൽപാകം എന്ന രീതിയിൽ പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മെൽട്ടായി വരുന്നുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര ഇങ്ങനെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട് ബേക്കായി വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ പൊടിച്ചെടുക്കുന്നതിനേക്കാളും, നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുന്നതിനേക്കാളും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പഞ്ചസാര മൊത്തം ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് മെൽറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എഗ് ബീറ്ററിൽ തന്നെ ഒരു ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്പാച്ചുലാൽ മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഈ ഒരു എഗ് ബീറ്ററിൽ തന്നെ ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്രൗണിയുടെ മുകളിൽ ഇങ്ങനെ ചോക്ലേറ്റ് പാട പോലെ നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സ്പാച്ചുലാൽ ചെയ്യുന്നതിനേക്കാളും ലോ സ്പീഡിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മൈദ മിക്സ് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എഗ് ബീറ്ററിൽ ചെയ്യുന്നതിനേക്കാളും ഒരു സ്പാച്ചുല വെച്ച് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു ബ്രൗണിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു സ്പാച്ചുല വെച്ചിട്ട് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശേ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സാവധാനം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മിക്സായി കിട്ടുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് വനില എസൻസ്, ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ അവസാനം മുകളിലോട്ട് കുറച്ച് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ, ക്രഷ് ചെയ്ത കാഷ്യൂ നട്ട്. നിങ്ങൾക്ക് വാൾനട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്കിംഗ് ടിന്നിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടിന്ന് ബട്ടർ പുരട്ടി കൊടുത്ത് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പ്രീ ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവനാണെങ്കിലും പാത്രത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ പാത്രമാണെങ്കിലും. അപ്പോൾ ഞാനൊരു 7 മിനിറ്റ് ഒരു പാത്രം നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓവനാണെങ്കിൽ OTG ഓവനൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ നേരത്തെ തന്നെ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ അകത്ത് ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടാക്കിയിട്ടുള്ള പാത്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു 7 മിനിറ്റ് നന്നായി ചൂടാക്കിയിട്ടുള്ള പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ സോൾട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു ടിന്ന് ചെറുതായിട്ടുള്ളൊരു പാത്രം ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനി മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റോളം തുറന്ന് നോക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓവനാണെങ്കിൽ OTG ഓവനാണെങ്കിലും സെയിം ടൈമാണ് കേട്ടോ. പിന്നെ നമുക്കിതൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ലോണം ബാറ്റർ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം കേട്ടോ, ഒരു 5-10 മിനിറ്റ്. ഇത് ചെറുതായിട്ട് ഒരു ലിക്വിഡ് പോലെ ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് ബേക്കായിട്ടുണ്ട്. നമ്മളത് ചോക്ലേറ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് അങ്ങനെ കാണുന്നതാണ്. അല്ലാതെ ഇങ്ങനെ ബാറ്റർ പോലെ ഇങ്ങനെ ഒരു പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇങ്ങനെ മിഡിൽ ഭാഗം ഏതെങ്കിലും ഒരു സൈഡൊക്കെ കട്ടായി പോകും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്.
ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ പൊങ്ങി വരുന്ന സംഭവമല്ല കേട്ടോ ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത്. പക്ഷെ അത്യാവശ്യത്തിന് നല്ല സോഫ്റ്റും ഉണ്ട്. മുകൾ ഭാഗം ഇങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പാട പോലെ, പിന്നെ ഇടയിൽ ഇങ്ങനെ ഒരു ചോക്ലേറ്റ്, ആ ഒരു ചോക്ലേറ്റിൻ്റെ ഇതും, താഴെ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രൗണി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. ഗിവ് അവേ ഇന്നേക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 1-ാം തീയതിയാണ് വിന്നറെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മുമ്പത്തെ വീഡിയോ കാണാത്തവരൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. എല്ലാവരുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്